ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ട്രാവൽ വിത്ത് സജലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനായിട്ടുള്ള കാരണം നമ്മളിന്ന് ട്രിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഇന്നലെ ശനിയാഴ്ച 15-ാം തീയതി ഇന്നലെ പേപ്പർ വായിച്ചപ്പോൾ അതിനകത്ത് നമ്മളൊരു പേപ്പർ കട്ടിങ്സ് നമ്മൾ കാണാനായിട്ട് ഇവിടെ വന്നു. മലയാള മനോരമയുടെ പേപ്പറാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ RTOമാർ പുതിയ ചെക്ക് പോസ്റ്റുകൾ ഇട്ടിട്ട് അന്യസംസ്ഥാന വാഹനങ്ങളെ പിഴിയാനായിട്ട് ശ്രമിക്കാൻ പോവുകയാണ്. ശബരിമല തീർത്ഥാടനം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നൊക്കെയാണ് ആ പത്രവാർത്തയിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എഴുതിയിട്ടുള്ള റിപ്പോർട്ടറോടാണ് ഞാൻ പറയാനുള്ളത്, പിന്നെ പൊതുജനങ്ങളോടും കൂടിയിട്ടാണ് പറയാനുള്ളത്. ഇതിനകത്ത് ഒരു കഴമ്പുമില്ല. കാരണം കേരളത്തിൽ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഇവിടെ പിഴിഞ്ഞ് കാശ് മേടിക്കണം എന്നുള്ളത്. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേറ്റ് വിട്ട് അപ്പുറത്തെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടോ കർണാടകയോ ഗോവയോ പിന്നെ അതുപോലെ ആന്ധ്രാപ്രദേശോ ഇതൊക്കെ പോകുമ്പോൾ കർണാടകയിൽ നമുക്ക് ടാക്സ് നിലവിലുണ്ട്. ഈ ടാക്സ് നമ്മൾ അടച്ചിട്ട് വേണം നമുക്ക് കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടത് ഇപ്പോൾ 9,000 അല്ലെങ്കിൽ 10,000 ആയിരിക്കും ശരിക്ക് നിലവിൽ ടാക്സ്. പക്ഷെ അവർ കൈക്കൂലി എന്ന് പറയുന്നൊരു സംഭവം പ്രകാരമാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 1-2 രൂപയൊന്നുമല്ല, 5,000 മുതൽ 10,000 രൂപ വരെയൊക്കെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പെർമിറ്റോടെ മേടിച്ച് വയ്ക്കും. അത്ര ദൂരം പോയിട്ട് നമ്മളതിനെ വെറുതെ ഫൈൻ അടിപ്പിക്കലോ അങ്ങനെ എന്താ പറയുക ഭയങ്കര ഹരാസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ RTOs ഒരു കാരണവശാലും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ ഇതുവരെ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ചൂടാവുക അല്ലെങ്കിൽ തന്നെ അസഭ്യം പറയുക അല്ലെങ്കിൽ അടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്ത് കേട്ടിട്ടില്ല. നിങ്ങൾ 1-2 വണ്ടിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾക്ക് വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ കൈ നീട്ടി കാശ് മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ RTO അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കേരളത്തിലുള്ള വാഹനങ്ങളെയാണ് ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ ഞെക്കി പിഴിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. അവരെ നിങ്ങൾ എന്തായാലും കാശ് മേടിക്കണം. കാരണം ഞങ്ങളും ഇതൊക്കെ തന്നെയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ മലയാള മനോരമയിൽ എഴുതിയിട്ടുള്ള കാര്യം ഞങ്ങൾ ആരും യോജിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ കാശ് മേടിക്കണം എന്നാണ് ഞങ്ങൾ പറയുള്ളൂ. കാരണം അന്യസംസ്ഥാന വണ്ടികൾ വരുമ്പോൾ നിങ്ങൾ കാശ് മേടിച്ചോളണം. ടൂറിസ്റ്റ് വണ്ടികൾ വരുമ്പോൾ നിങ്ങൾ കാശ് മേടിക്കണം. കാരണം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. കർണാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ടാക്സ് അടച്ചാലും പിന്നെയും ഞങ്ങൾക്ക് പിന്നെ സൂലായാലും ചാമുണ്ടി ഹില്ലിലേക്ക് പോയാലും പിന്നെ അതുപോലെ പാലസിലേക്ക് പോയാലും ഒക്കെ ഇവർ വന്നിട്ട് പിന്നെയും നമ്മുടെ കയ്യിൽ നിന്ന് 1,000-2,000 ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അഥവാ നമ്മൾ ഹോട്ടലിലാണെന്ന് വിചാരിക്കുക, അവിടെയും വരുന്നുണ്ട് ഇവർ പുഷ് ബാക്ക് അത് ഇത് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ കാശ് 1,000-2,000 ഒക്കെ മേടിക്കും. ഇതാണ് മറ്റ് സ്റ്റേറ്റിലാണ് നടക്കുന്ന പ്രവണത. അപ്പോൾ ഈ റിപ്പോർട്ട് എഴുതിയിട്ടുള്ള വ്യക്തി എപ്പോഴെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ സ്വാഗതം ചെയ്യണം. നിങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോരെ. ഒരു മൈസൂർ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. നിങ്ങളുടെ എല്ലാ ചിലവും ഞാൻ എടുക്കാം, റൂമും ഭക്ഷണമൊക്കെ ഞാൻ എടുക്കാം. നിങ്ങളൊന്ന് കവർ ചെയ്ത് നോക്കി നോക്ക്. അവിടെ നടക്കണം അവർ ചെയ്യണ തോന്നിവാസങ്ങൾ. നമ്മുടെ കയ്യിൽ നിന്ന് പെർമിറ്റും ടാക്സിൻ്റെ പേപ്പറൊക്കെ മേടിച്ചിട്ട് അവരെ പോവും. പിന്നെ അവരെ മഷിട്ട് നോക്കി കിട്ടില്ല. അവരെവിടെ ഉണ്ടാകാമെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അവരെ അന്വേഷിച്ച് പിന്നെ നടക്കേണ്ടി വരും. ഈ നമ്മുടെ വണ്ടിയിലുള്ള യാത്രക്കാർക്ക് സ്ഥലങ്ങൾ കാണുക കാര്യങ്ങളൊന്നും വേണ്ടേ. നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഓൺലൈൻ ടാക്സ് അടച്ചാലും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ കാശ് മേടിക്കും. അപ്പോൾ എന്തായാലും കേരളത്തിലെ RTOമാർ ചെക്ക് പോസ്റ്റുകൾ 70 ഇട്ടിട്ട് കാശ് മേടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ശബരിമലയിൽ വരുന്ന അന്യസംസ്ഥാന വണ്ടികളിൽ നിന്ന് എന്തായാലും 1,000-2,000 എന്തായാലും നിങ്ങൾ മേടിക്കണം. മേടിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഞങ്ങൾ അവിടെ പോയി അനുഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ എത്തിക്കുക. അപ്പോൾ ഇനിയൊരു മറ്റ് യാത്രാ വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.